നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എംഎൽഎയുടെ സുഹൃത്തിനെയും പ്രതി ചേർത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ സുഹൃത്ത് ജോബി ജോസഫെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരിൽ നിന്നും യുവതിക്ക് ഗുളിക എത്തിച്ച് നൽകി എന്നതാണ് ജോബി ജോസഫിന്മേലുള്ള കുറ്റം. ജോബി ജോസഫാണ് ഈ ഗുളിക എത്തിച്ചതെന്ന അതിജീവിതയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജോബി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയായിരുന്നു മരുന്ന് എത്തിച്ച് നൽകിയതെന്നും യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോബി ബിസിനസ്സുകാരനാണ്. BNS 64 അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം, BNS 89 നിർബന്ധിത ഗർഭചിത്രം, BNS 319 വിശ്വാസവഞ്ചന, BNS 351 ഭീഷണിപ്പെടുത്തൽ, IT നിയമം 66 ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു എന്നായിരുന്നു യുവതി പോലീസിന് മൊഴി നൽകിയത്. ബംഗളൂരിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്ത് മരുന്ന് എത്തിച്ച് നൽകിയെന്നും മരുന്ന് കഴിച്ചെന്ന് വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഉറപ്പുവരുത്തിയെന്നും യുവതി മൊഴി നൽകി. രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായി യുവതി പോലീസിനോട് പറഞ്ഞു. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ സമ്മർദ്ദത്തിലാണ് താൻ മരുന്ന് കഴിച്ചതെന്നും യുവതി പറയുന്നു. എന്തായാലും യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. ഇതുവരെയും കണ്ടെത്താനോ എവിടെയാണ് എന്ന വിവരമോ കിട്ടിയിട്ടില്ല. രാഹുലിനെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാണ്. പത്തനംതിട്ട, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. കേസിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം രാഹുൽ നടത്തുന്നുണ്ട്. കൊച്ചിയിൽ അഭിഭാഷകനുമായി രാഹുൽ സംസാരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയെ കണ്ട് പെൺകുട്ടി തന്റെ പരാതി കൈമാറിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വിശദമായ പരാതിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറി പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ വ്യാപക സൈബർ ആക്രമണം. സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വയ്ക്കണം, പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം, രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന് ആർക്കാണ് ധൃതി? ഇത്തരത്തിലായിരുന്നു സജന B. സാജൻ എന്ന നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നേതൃത്വത്തെ വിമർശിച്ചത്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വ്യാപക സൈബർ ആക്രമണം നടക്കുന്നത്. സജനയ്ക്കെതിരെ സംഘടിക്കാത്ത സൈബർ ആക്രമണമാണ്. നീ ഏതാണ്? ആദ്യമായാണ് നിന്റെ പേര് കേൾക്കുന്നത്. നിന്നെ ആരാ സെക്രട്ടറി ആക്കിയത്? കണ്ണുപൊട്ടന്മാരാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ. കോൺഗ്രസ് അണികൾ തന്നെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രതിഷേധ സൂചകമായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തുപോയെന്നും കമന്റുകളിൽ ആഹ്വാനമുണ്ട്. സജനയുടെ പോസ്റ്റാണ് വേറെ ചർച്ചയായത്. സൈബർ അണികളെ പ്രകോപിപ്പിച്ചത് സജനയുടെ പോസ്റ്റായിരുന്നു. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണ്. ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകുമെന്നും സജന ചോദിച്ചു. തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടിയിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കിയത് രാജിയല്ല, മറിച്ച് രാജിവയ്പ്പിച്ചതാണ് എന്നും സജന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികളെ പിന്തുണച്ച് പിന്നീട് സജന B. സാജൻ രംഗത്ത് വന്നിരുന്നു. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നും പക്ഷേ പാർട്ടി ഉണർന്നു തന്നെ പ്രവർത്തിക്കണമെന്നും തിരഞ്ഞെടുപ്പ് സമയമാണ്, പാർട്ടി നിലപാട് ജനം വീക്ഷിക്കുന്നുണ്ട് എന്നും സജന ഫേസ്ബുക്കിൽ കുറിച്ചു. നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, പലതിനുമുള്ള പ്രോത്സാഹനമാണ്. നിസ്സഹായതയ്ക്ക് നേരെ കൈകൊടുക്കൽ തന്നെയാണ് മാന്യത. അത് തന്നെയാണ് കോൺഗ്രസ് നയമെന്നും സജന സാജൻ വ്യക്തമാക്കി. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിയുടെ ദേശീയ തലങ്ങളിലുള്ള വനിതാ നേതാക്കൾ അടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സജന നേരത്തെ AICCക്ക് പരാതി നൽകിയിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സജന പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, പക്ഷേ പാർട്ടി ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം. തിരഞ്ഞെടുപ്പ് സമയമാണ്, പാർട്ടി നിലപാട് ജനം വീക്ഷിക്കുന്നുണ്ട്. നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, പലതിനുമുള്ള പ്രോത്സാഹനമാണ്. ചിലപ്പോൾ താൻ ഒറ്റപ്പെട്ടേക്കാം, പക്ഷെ നിസ്സഹായതയ്ക്ക് നേരെ കൈകൊടുക്കൽ തന്നെയാണ് മാന്യത. അത് തന്നെയാണ് കോൺഗ്രസ് നയവുമെന്നും സജന B. സാജൻ കുറിച്ചു. മാത്രമല്ല, AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന. വനിതാ നേതാക്കൾ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നായിരുന്നു ആവശ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന പറഞ്ഞു. വിഷയം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും സജന മുന്നോട്ട് വെച്ചു.
അതേസമയം സജനയ്ക്കെതിരെ രഞ്ജിത പുളിക്കൻ എന്ന മഹിളാ കോൺഗ്രസ് നേതാവ് ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ആ ഭീഷണി ഇപ്രകാരമാണ്. രഞ്ജിതയുടെ വാക്കുകൾ ഇപ്രകാരം: സജന ഇരുന്നിട്ടൊന്ന് കാല് നീട്ടിയാൽ പോരായിരുന്നോ? ഈ പുലിമുറുപ്പുള്ള ചെക്കന്റെ പവറൊന്ന് അറിഞ്ഞിട്ട് ആ താളത്തിലൊന്ന് ഒതുങ്ങിയിരുന്നിട്ട് കാല് നീട്ടിയാൽ മതിയായിരുന്നു. കാത്തിരുന്നോളൂ, അവൻ ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല. ഇവിടെ കണ്ടതിനെല്ലാം കണക്ക് ചോദിക്കാനായി അവൻ തിരിച്ചെത്തുമെന്ന് കുറിച്ചാണ് രഞ്ജിത ഈ വീഡിയോ പങ്കുവച്ചത്. മാത്രമല്ല, വളരെ രൂക്ഷമായ വിമർശനം സജനയ്ക്കെതിരെ ഉയർന്നു. ഇത്തരത്തിൽ വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: പാർട്ടി അടിയന്തരമായി രാഹുൽ മങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം, പടിയടച്ച് പിണ്ടം വെക്കണം. രാഹുൽ മങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശോധനാകെ മതിയാകുമെന്ന് ധൃതിയുള്ളത്? പെൺകുട്ടികളുടെ മാനത്തിന് വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണ്. ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും? എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ്. അത് രാജിവെച്ചതല്ല, രാജിവെപ്പിച്ചതാണ്. മറ്റു കാര്യങ്ങൾ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല. ഇനിയും രമേശ് പിഷാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും. അവരോട് മറ്റൊന്നും പറയാനില്ല. സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട്. തന്വിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടിയിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കിയത് പോസ്റ്റ് ചെയ്യാൻ PR സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങളായവരൊക്കെ ഈ പാർട്ടിയിലുണ്ട്. അതിൽ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വച്ചേ മതിയാവുകയുള്ളൂ എന്നായിരുന്നു സജനയുടെ പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.